Hello friends, welcome to my YouTube channel Trade Hub Live. കുറച്ച് നാളായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് അത് കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ട്രേഡിങ്ങിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ലൈവ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, പക്ഷേ അതിലും കുറച്ച് ലൈവ് പോയി നമ്മൾ ഡെമോ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അതങ്ങോട്ട് സെറ്റായില്ല. സോ അപ്പോൾ മാക്സിമം നേരത്തെ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നോർമലി ആൾക്കാർ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻസ്, ഇതെല്ലാം. ഓക്കെ, സോ ട്രെൻഡ് ലൈൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻസിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എന്ന് പറയുന്ന സംഭവം വർക്കായിക്കൊള്ളുന്നില്ല. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടുകൾ വലിയ ടൈം ഫ്രെയിമിൽ ചെയ്യുന്ന ആൾക്കാർ, അതായത് 4 അവർ 1 അവർ ടൈം ഫ്രെയിമിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കൊടുക്കുക. കാരണം അവരുടെ ട്രേഡ് ആക്റ്റീവായിട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഭയങ്കര എന്താ പറയുക, നല്ല പ്രോഫിറ്റ്, അതായത് ഒരു 300 പോയിൻറ്റ്സ് പിപ്പുകൾ, ഇപ്പോൾ ഫോറക്സ് പറഞ്ഞാൽ അങ്ങനെയുള്ള മൂവ്മെൻറ്റ് കൊടുക്കുന്നത് വലിയ ടൈം ഫ്രെയിമിലാണ്. 1 അവർ 4 അവർ ടൈം ഫ്രെയിമിൽ വരയ്ക്കുന്ന ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടുകളാണ് ഇതുപോലെ പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ ഈ ട്രെൻഡ് ലൈനിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിൽ ഒരു 90% പേര് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഡെയിലി ട്രേഡ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ പ്രോഫിറ്റബിൾ ആണ്, പക്ഷേ പ്രോഫിറ്റബിൾ അല്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അത് എവിടെ ഉപയോഗിക്കണം, ഏത് ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാതെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ ഏത് ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കണം, നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. 5 മിനിറ്റ് 15 മിനിറ്റിൻ്റെയൊക്കെ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ഇൻട്രാഡേ ചെയ്യാമെന്ന് പറയണം. പക്ഷേ എല്ലാ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരും പോയിട്ട് ഇത് ട്രേഡ് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ട്രെൻഡിങ് മാർക്കറ്റാണോ അതോ ഫോളിംഗ് മാർക്കറ്റാണോ, അത് കൺസോൾട്ടേഷൻ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് എന്ത് ട്രേഡ് എടുക്കണം എന്ന്, അതായത് ബൈ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെൻഡ് ലൈൻസ് വരയ്ക്കണോ അതോ സെല്ലിന് വേണ്ടിയുള്ള ട്രെൻഡ് ലൈൻസ് വരയ്ക്കണോ എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണ്ടേ. എന്നാലല്ലേ നമുക്ക് പക്കയായിട്ട് നമുക്ക് ആ സ്പോട്ടിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സെല്ല് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് ബ്രേക്കൗട്ട് വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനാണ് ചാൻസസ് അധികം. മനസ്സിലായില്ലേ? സോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എടുക്കണമെങ്കിൽ ആദ്യം ഡയറക്ഷൻ മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ, അതായത് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻട്രാഡേക്കാരാണ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ എന്തെല്ലാം കണ്ടീഷൻസ് വെച്ചിട്ട് ഇൻട്രാഡേയിൽ ബൈയോ സെല്ലോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഒരു ദിവസം ബൈ ആണോ സെല്ലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് എപ്പോൾ പോയിട്ട് ഏത് സമയത്ത് നമ്മൾ പോയിട്ട് ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കണം എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം ട്രേഡ് ചെയ്താലാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? അല്ലാതെ എല്ലാ ട്രെൻഡ് ലൈനും വരച്ചിട്ട് ബൈയും സെല്ലും ചെയ്താൽ ലോസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും ഏത് ടൈം ഫ്രെയിമിൽ ചെയ്യണം ഇൻട്രാഡേക്കാർ എന്നുള്ളതും വ്യക്തമായിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ സ്ക്രീനിൽ കാണിച്ചു തരാം, സ്ക്രീനിൽ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. ഈ ട്രെൻഡ് ലൈൻ ആക്ടിവേറ്റ് ആണോ ഇല്ലയോ എന്ന് അറിയണം. ചില ട്രെൻഡ് ലൈൻസ് നമ്മൾ നോക്കിയാൽ നമ്മൾ 2 ടച്ച് 3 ടച്ചൊക്കെ വരച്ചിട്ട് ട്രെൻഡ് ലൈൻസ് വരച്ചതിന് ശേഷം അത് ബൈ ആയി എന്നും പറഞ്ഞ് ബൈ ചെയ്യും, അതിൻ്റെ സ്വിങ്ങിൻ്റെ താഴത്തെ സെല്ല് വയ്ക്കും. ചിലപ്പോൾ ഒരു പ്രശ്നം പറ്റുന്ന വെച്ചാൽ ബൈ ആയി എന്ന് പറഞ്ഞ് ബൈ ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നറിയാതെ കുറച്ചൊന്ന് പ്രൈസ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്താൽ എക്സിറ്റ് ചെയ്ത് പോകും. പിന്നെ ക്ലാസ് കൊടുക്കുന്ന ആൾക്കാർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ സോണിലേക്ക് പ്രൈസ് ഒന്ന് പുൾ ബാക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ബൈ ചെയ്യാമെന്ന് പറയും. ഇത് നിങ്ങൾ നോക്കിക്കോളൂ, വരച്ച് നോക്കിക്കോളൂ, എവിടെ വേണമെങ്കിലും വരച്ച് നോക്കിക്കോളൂ. ഒരു 10 ട്രേഡ് നിങ്ങളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3ഓ 2ഓ ട്രേഡ് മാത്രമേ റീടെസ്റ്റ് ചെയ്ത് വരുള്ളൂ, എന്നിട്ട് ബൈ പോവുള്ളൂ. ഓക്കെ, അത് ബാക്കിയുള്ള 7ഓ 8ഓ ട്രേഡുകൾ അങ്ങനെ തന്നെ ഷൂട്ടായിട്ട് അങ്ങ് മേളിലേക്ക് പോകും. അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്യാൻ വരില്ല. മാർക്കറ്റ് കുറേ പോയതിന് ശേഷം റീടെസ്റ്റ് ചെയ്യാൻ വരിക. ഓക്കെ, അപ്പോൾ വലിയ ടൈം ഫ്രെയിമിൽ വരയ്ക്കുന്ന ട്രേഡുകളൊക്കെ റീടെസ്റ്റ് ചെയ്യാൻ വരും. അതായത് ഇപ്പോൾ 1 അവർ 4 അവർ ടൈം ഫ്രെയിമിൽ വരയ്ക്കുന്ന ബ്രേക്കൗട്ടൊക്കെ ഏകദേശം ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് ചെയ്യാൻ വരും. പക്ഷേ ഷോർട്ടർ ടൈം ഫ്രെയിമിൽ, അതായത് ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ വരയ്ക്കുന്ന ട്രേഡിൻ്റെ ബ്രേക്കൗട്ടുകൾ ഈ റീടെസ്റ്റ് ചെയ്യാൻ വരൽ വളരെ കുറവാണ്. 10 എണ്ണത്തിൽ ഞാൻ പറഞ്ഞ പോലെ 8 എണ്ണവും അതങ്ങ് പോവും. 2 എണ്ണം ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്യാൻ വരും. ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റിനും ആയിരിക്കും. കാരണം ട്രെൻഡ് നമ്മൾ സെല്ലുള്ളപ്പോഴായിരിക്കും നമ്മൾ ബൈ നോക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ഈ ട്രെൻഡ് ലൈൻസ് നോക്കേണ്ടത്, ഏത് ടൈം ഫ്രെയിമിലാണ് വരയ്ക്കേണ്ടത്. ഇനി ബൈ ആക്ടിവേറ്റ് ആയോ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാലും ബൈ എടുക്കാനുള്ള കണ്ടീഷൻസ് മാർക്കറ്റിലുണ്ടോ എന്നുള്ളതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ വിൽ ഗോ ടു ദ വീഡിയോ. ഓക്കെ, സോ ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് GBP AUD എന്ന് പറയുന്ന പെയറിൻ്റെ അകത്തുള്ള ഒരു ട്രെൻഡ് ലൈൻ. ഇതിപ്പോൾ കാണുമ്പോൾ ഇത് ചെറിയ പിക്ക് ചെയ്ത പോലെ തോന്നും, കാരണം അങ്ങനെയാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡേ.
നമ്മൾ ഇത് കഴിഞ്ഞിട്ട് 1-2 പേർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 5 മിനിറ്റ് ആണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ട്രെൻഡ് ഡയറക്ഷൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളത് കാണിക്കുക. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഏരിയ, ഈ ഏരിയയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ട്രേഡ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, സോ മോർണിംഗ് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയം ആദ്യം അറിഞ്ഞിരിക്കണം. മാർക്കറ്റ് ഏർലി മോർണിംഗ് മൂവ് ചെയ്യും, GBP AUD പെയർ ആവുകൊണ്ട് ഏർലി മോർണിംഗ് മൂവ് ചെയ്യും, ഉച്ചയ്ക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ നമ്മളിപ്പോൾ 1, 2, 3 നമ്മളിങ്ങനൊരു ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. അതായത് 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച് ഇത് നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു സെൽ ഓഫ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു സെൽ ഓഫ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അറിയണം. അപ്പോൾ അതിന് നമ്മൾ എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ചാൽ വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞ സംഭവം എടുക്കുക. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുക്കുക. ഏറ്റവും ലോ പോർഷൻ എവിടെയായിരുന്നോ അവിടെ തൊട്ട് ഏത് ക്യാൻഡിലാണ് നമ്മൾ ബ്രേക്കൗട്ട് ആയി എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത് അവിടെ വരെ ഈ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ വരയ്ക്കുക. ഇത് വരച്ച് കഴിയുമ്പോൾ ഇതിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഈ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഇത് ഹൈ വാല്യൂ ഏരിയ ആണ്, ഇത് POC എന്ന് പറയും, പോയിന്റ് ഓഫ് കൺട്രോൾ, ഇത് ലോ വാല്യൂ ഏരിയ. ഈ 3 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ വേണ്ടത് POC ബ്രേക്ക് ചെയ്യണം. അതായത് POC എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ POC ലൈൻ, പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ലൈനാണിത്. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു POC എന്ന് പറയുന്ന ലൈൻ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കിട്ടിയാലാണ് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് ട്രേഡ് ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ഓക്കെ, അതാണ് ഒരു ഫസ്റ്റ് റൂൾ. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ വാല്യൂ ഏരിയ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇപ്പം ഇവിടെയാണ് നമുക്ക് സ്ക്രീൻ റീപ്ലേ മോഡിലിടാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിനെ താഴത്തെ സെല്ല് ചെയ്യുള്ളൂ. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. അത് നമുക്ക് വരയ്ക്കാം. സ്റ്റോപ്പ് ലോസ് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ സെല്ല്, ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഈസ് ഓപ്പൺ. അത് നമുക്ക് ഓരോരുത്തർ ഇഷ്ടം പോലെ നോർമലായിട്ട് എല്ലാവരും ഈ സ്വിങ്ങിൻ്റെ ലോ ആണ് ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ഇവിടെയാണ് ടാർഗറ്റ് വയ്ക്കുക. അതെങ്ങനെയാലും കുഴപ്പമില്ല. ടാർഗറ്റ് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല, എവിടെ വരെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണ്. സോ അതുകൊണ്ട് അത് വിട്ടേക്കാം. SL നമുക്ക് അറിയാൻ പറ്റും, എവിടെ SL, എവിടെ എൻട്രി എടുക്കണം, എവിടെ SL എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതാണ് നമ്മൾ സെല്ല് ചെയ്യുന്ന സ്പോട്ട്, ഇതാണ് നമ്മുടെ പോയിന്റ്, ഇവിടെയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഈ സെല്ല് ആക്ടിവേറ്റ് ആയോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, ആക്ടിവേറ്റ് ആയോ നോക്കാം. ഇല്ല, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. തിരിച്ച് പ്രൈസ് പിന്നെ മുകളിലേക്ക് പോയി. നമ്മുടെ എൻട്രി പോയിന്റ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലെവലിനെ താണ്ടി പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു പുതിയ ട്രെൻഡ് ലൈൻ കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ ലോ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ വരയ്ക്കണം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലോ ഇതാണ്. അപ്പോൾ ഇതും നമുക്കിനി ഇല്ല, ഈ പോയിന്റും ഇല്ല. ഇപ്പോൾ നമുക്ക് 2 ടച്ച് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റുമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം വോളിയം പ്രൊഫൈലൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. എവിടെയാണ് ബ്രേക്കായി നോക്കാം. ഇവിടെ ബ്രേക്കൗട്ടായി കണ്ടോ. ഇപ്പോൾ ഈ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ആദ്യം വോളിയം പ്രൊഫൈൽ എടുക്കും. ഏറ്റവും ലോ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എവിടെയാണോ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ കൊണ്ടുവന്ന് നമ്മൾ വോളിയം പ്രൊഫൈൽ വരയ്ക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ റൈറ്റ്, നമ്മുടെ വോളിയം പ്രൊഫൈലിൻ്റെ POC ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്, ജസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. ടാർഗറ്റ് നമ്മൾ എപ്പോഴും ലോ ആയിരിക്കും എപ്പോഴും കൺസിഡർ ചെയ്യുക, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് ആയില്ലേ. സോ അപ്പോൾ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നമ്മൾ സെല്ല് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് വെച്ചാൽ അത്. ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ സെല്ലായി, കറക്റ്റായി, പക്ഷേ ഹിറ്റായി ഉണ്ടോ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി അവിടെ, പിന്നെ സെല്ലായി. ഈ രണ്ടാമത് വരുന്ന സെല്ലും നമ്മൾ എടുക്കണം. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് സെയിം തന്നെ, അത് മാറ്റേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ലോസ് ഹൈ അല്ല, സ്വിങ്ങിൻ്റെ ഹൈയോ അല്ലെങ്കിൽ സ്വിങ്ങിൻ്റെ ലോ അല്ല നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഉപയോഗിക്കുക. ഈ വോളിയം പ്രൊഫൈലാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ പോയിന്റ് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. കാരണം പ്രൈസ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക്, നമ്മുടെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോവാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് മാർക്കറ്റിൽ ഇങ്ങനെ സ്ട്രക്ചർ ഫോം ആയത്. അതുകൊണ്ട് നമുക്ക് ഈ വോളിയം പ്രൊഫൈൽ വരച്ചിരിക്കുന്ന വോളിയം പ്രൊഫൈൽ മാറ്റി വരയ്ക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ. ഈ ഒരു ട്രെൻഡ് ലൈനാണ് നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തത്, ഇതാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ മേളിൽ പ്രൈസ് പോവാത്തത് കാരണം കൊണ്ട് നമുക്ക് ഇനി ഇതാണ് നമ്മുടെ വോളിയം പ്രൊഫൈലിൻ്റെ കണ്ടീഷൻസ് ലെവൽസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെല്ലിൻ്റെ പോയിന്റ്, ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് TP ഓപ്പൺ ആയിട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സെല്ല് ബ്രേക്കായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, പക്ഷേ നമ്മുടെ ഹൈ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഈ വോളിയം പ്രൊഫൈൽ എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റി വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ വെക്കാം. ഇതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ നമുക്ക് സെയിം SL വെച്ചിട്ട് രണ്ടാമത് നമുക്ക് സെല്ല് ചെയ്യാം. അത് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ TP അടിച്ച ടാർഗറ്റ് അടിച്ചതാണ്, അത് ഞാൻ കണ്ടതാണ്, സോറി. അപ്പോൾ നമുക്ക് വേറൊരു പെയർ ഇതുപോലെ തന്നെ നോക്കാം. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ട്രേഡ് പോകണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ TP കറക്റ്റായിട്ട് ഈ ലോ ആണ് വെക്കുന്നതെങ്കിൽ നമ്മൾ TP ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെയാണ് ഓൾമോസ്റ്റ് ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ TP ഹിറ്റായെന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇന്ന് കാലത്ത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം പോയി. അപ്പോൾ നമുക്ക് ഒരു
ട്രെൻഡ് ലൈൻ വരയ്ക്കാന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വെറുതെ ഒരു ട്രെൻഡ് ലൈൻ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. അത് ആക്ടിവേറ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് വോളിയം പ്രൊഫൈൽ വരച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ട്രെൻഡ് ലൈൻ എന്നുണ്ടെങ്കിൽ പകൽ വന്ന് നോക്കുമ്പോൾ ഇതാണ് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇതൊരു പോയിൻ്റായിട്ട് കണക്കാക്കാം, ഇത് കണക്കാക്കാം, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇത്രയും പോയിൻറ്റ്സ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ എല്ലാ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോകുന്നെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വരച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ട്രെൻഡ് ലൈൻ, കണ്ടില്ലേ? അപ്പോൾ ഈ ടച്ച് ഇവിടെ ഇല്ല, ഇതിനി ഇവിടെ ഇല്ല, ഈ പോയിൻ്റ് ഇവിടെ ഇല്ല. അപ്പോൾ 1, 2 പിന്നെ ഉള്ളത് ഈ പോയിൻ്റാണ്, ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. എന്നിട്ട് എവിടെയാണ് ഇതിൻ്റെ ബ്രേക്കൗട്ട് ആയത് നമുക്ക് നോക്കാം. നമ്മൾ എടുത്തു, നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ബ്രേക്കൗട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ക്യാൻഡലിൻ്റെ മുകളിൽ വെച്ചു. പക്ഷേ ഇപ്പം നമുക്ക് നോക്കിയാൽ നമുക്ക് ബൈ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പ്രൈസ് പോകണം. ഇതിൻ്റെ മുകളിൽ പ്രൈസ് പോയാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ലോ വാല്യൂ ഏരിയ ആയിരിക്കും, അതിൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കുറേ നേരം ട്രേഡ് ചെയ്തിട്ടും ബൈ ആയിട്ടില്ല, നമ്മുടെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, പ്രൈസ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അപ്പോൾ നമ്മൾ ഇനി ഈ വോളിയം പ്രൊഫൈൽ മാറ്റി വരയ്ക്കണം നിർബന്ധമില്ല. ഇല്ല, ഒരുപാട് നേരം കഴിഞ്ഞെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം. എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണമെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് വരയ്ക്കാം, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോഴും സെയിം പോയിൻ്റ് തന്നെയാണ്, എൻട്രി പോയിൻ്റ് സെയിം ആണ്, ഇവിടെ സെയിം എൻട്രി പോയിൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒന്ന് മാറിപ്പോയി ചെറുതായിട്ട്, ഇങ്ങോട്ടേക്ക് ഒന്ന് മാറി. അത് അപ് ടു യു, അത് മാറ്റി വരയ്ക്കണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. സ്വിങ്ങിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം അത് മാറ്റി വരയ്ക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്, നമ്മൾ ട്രേഡ് എൻട്രി ചെയ്യാൻ പോണേ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഇവിടെ നിന്ന് എൻട്രി ചെയ്യും. ടാർഗറ്റ് സാധാരണ ഹൈ ആയിരിക്കും, അല്ലെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ നമുക്ക് കീപ്പ് ചെയ്യാം. ഹോൾഡ് ചെയ്യാനവർക്ക് ഹോൾഡ് ചെയ്യാം, അങ്ങനെ യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേറൊരു പേര് നമുക്ക് ഇന്നിപ്പം ഏതെടുക്കാം. ഓക്കെ, GBP/USD നമുക്ക് നോക്കാം. ഇന്ന് അങ്ങനത്തെ ട്രെൻഡ്സ് വല്ലതും ട്രേഡ് വല്ലതും ഉണ്ടായോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രെൻഡ് ലൈൻസ് എവിടെയെങ്കിലും ഉണ്ടോ, ഇന്നത്തെ ഇൻട്രാഡേക്കാർക്ക് ട്രെൻഡ് ലൈൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ട്രെൻഡ് ലൈൻ നോക്കണമെങ്കിൽ 5 മിനിറ്റേ ഉള്ളൂ നമുക്ക്. ഇപ്പം ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് താഴത്തേക്ക്. ഇതിപ്പോൾ ഫോം ആയതാണ്, ഇപ്പോൾ ഫോം ആയത്. അപ്പോൾ നമുക്ക് ഇത് വരച്ച് നോക്കാം. ഇതിൻ്റെ തൊട്ട് ഇവിടെ വരെയാണ് നമുക്ക് വോളിയം പ്രൊഫൈൽ വരയ്ക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ POC ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ബൈ നമുക്ക് ആക്ച്വലി നമുക്കിപ്പം ആക്ടിവേറ്റ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം ആക്ടിവേറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഇനി ചിലപ്പം മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് വരും, ചിലപ്പോൾ ഇവിടെയൊക്കെ വരും. പക്ഷേ അപ്പോഴും നമ്മൾ ട്രെൻഡ് ലൈൻ. ഇനി ഇങ്ങനെ പ്രൈസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ പതുക്കെ ഇങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും. എന്നിട്ട് എവിടെയെങ്കിലും ബ്രേക്കൗട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഈ വോളിയം പ്രൊഫൈൽ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് വരയ്ക്കും. ഇവിടെ എവിടെയാണോ വരുന്നത് അവിടെ വരെ വോളിയം പ്രൊഫൈൽ വരയ്ക്കും. അതിനുശേഷം അതിനനുസരിച്ച് നമ്മൾ എൻട്രി പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെക്കും. സോ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പല സ്ഥലങ്ങളിലും നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ആണ് എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യുന്ന ആ ഒരു എറർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. PO ട്രേഡിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഹൈ, ഇതാണ് ബ്രേക്കൗട്ട് ക്യാൻഡിലെങ്കിൽ ഇതിൻ്റെ POC എന്ന് പറയുന്നത് മേളിലാണ്. ഇവിടെയാണ് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും, ഇവിടെയാണ് ഇപ്പോൾ എൻട്രി എടുക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ മുകളിൽ എൻട്രി എടുക്കാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്താണ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ടാർഗറ്റ് ഓരോരുത്തരും ഇഷ്ടമാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല, എത്ര പോകുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഒരു ട്രെൻഡ് ലൈൻ സക്സസ്ഫുൾ ആണോ എന്നറിയാൻ ജസ്റ്റ് ഏതാണോ ഹൈ, അതാണ് നമ്മൾ എവിടെ നിന്നാണോ ട്രെൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത്, ഇതാണ് ഈ പോയിന്റ്. ഈ ഹൈ തൊട്ട് വന്ന് ഏത് ക്യാൻഡിലാണോ നമ്മൾ ബൈ ബ്രേക്കൗട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ആ ക്യാൻഡിൽ വരെയുള്ള വോളിയം പ്രൊഫൈലാണ് വരയ്ക്കേണ്ടത്. ചിലർ ബൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു നല്ല ക്യാൻഡിൽ വെയിറ്റ് ചെയ്യും, ആയിക്കോട്ടെ, അപ്പോൾ ആ ക്യാൻഡിലേക്ക് നീക്കി വരയ്ക്കാൻ നമുക്ക്. അവിടെ ബൈ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എടുക്കാം. പക്ഷേ ഈ കേസിൽ അതുമില്ല. ഈ കേസിൽ സെയിം തന്നെയാണ്, POC മാറിയിട്ടില്ല. അതായത് എൻട്രി പോയിന്റ് ഇവിടുന്ന് മാറിയിട്ടില്ല. ഇതിൻ്റെ മുകളിലേ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഇതിൻ്റെ മുകളിലേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ലോ വാല്യൂ ഏരിയ തന്നെയാണ്, അത് മാറ്റമില്ല. ഈ സ്റ്റോപ്പ് ലോസ് നമ്മൾ മാറ്റേണ്ട യാതൊരു കാര്യമില്ല. സാധാരണ ബ്രേക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെയൊക്കെ ആയിരിക്കും വെക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും കറക്റ്റായിട്ട് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഈ എൻട്രി പോയിന്റ് ഇങ്ങനെയാണ്, സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഇരിക്കുകയായിരിക്കും പ്രൈസ്. ഈ ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ പിന്നെ പുൾ ബാക്കിന് ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് വരില്ല. ഇങ്ങനെ വന്നിട്ട് പോകുക എന്ന് പറയുന്ന കണ്ടീഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. പ്രൈസ് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് പോകാണ് സാധ്യത. അങ്ങനെ പലപ്പോഴും സംഭവിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അതിനുശേഷം വോളിയം പ്രൊഫൈൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇല്ല പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ പോയിന്റ് എടുക്കുക, ഒന്നുകൂടെ പറയാം. ഈ പോയിന്റ് തൊട്ട് ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കൗട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ഇതാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതാണെന്ന് വിചാരിക്കുക, കുറച്ചുകൂടി വലുതാക്കാം. ഇതാ ഈ ക്യാൻഡിലാണ് നമ്മൾ ബ്രേക്കൗട്ട് ബൈ എന്ന് പറഞ്ഞ് എടുക്കുന്ന ക്യാൻഡിലെങ്കിൽ ഇവിടെ ബൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ബൈ ചെയ്യണവർക്കും ചെയ്യാം, നിങ്ങളുടെ സ്ട്രാറ്റജിയാണ്. ഈ ഹൈ തൊട്ട് ഇവിടെ തൊട്ട് ഈ ബ്രേക്കൗട്ട് പോയ ക്യാൻഡിൽ വരെ വോളിയം പ്രൊഫൈൽ വരയ്ക്കുക. എന്നിട്ട് ഈ വോളിയം പ്രൊഫൈലിൻ്റെ POC എന്ന് പറയുന്നത് റെഡ് പോയിൻ്റ് ആണ് POC. അതിൻ്റെ മുകളിലേക്ക് പ്രൈസ് ബ്രേക്ക് ചെയ്താൽ ബൈ ചെയ്യുക. ഈ ലോ വാല്യൂ ഏരിയ SL വയ്ക്കുക.
ഇതിൻ്റെ മുകളിലേക്ക് മാത്രം ബൈ ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് റിസൾട്ട് നിങ്ങൾ മോശമായാലും നല്ലതായാലും നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ പറയും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നിയാൽ നമുക്ക് ഇതുപോലത്തെ കുറേ വീഡിയോസ് ഉണ്ട്, കുറേ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂണി ഡയറക്ഷൻ ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു 3-4 കൊല്ലം മുന്നേ ഒരാൾ യൂട്യൂബിൽ തന്നെ വീഡിയോ പറയുന്നത് കേട്ടാണ്. അന്നോട്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്, ഈ ഡയറക്ഷൻ യൂണി ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ട് മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ നോക്കി മനസ്സിലാക്കി വെച്ചതിന് ശേഷം ട്രേഡിംഗ് വ്യൂ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഡയറക്ഷൻ ഒരേ ഡയറക്ഷനാണോ, എപ്പോഴാണ് ബൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇനി സെല്ല് എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ഇൻഡിക്കേറ്റർ സഹായിക്കും. സിമ്പിൾ ഇൻഡിക്കേറ്ററാണ്. ആ ട്രേഡിംഗ് വ്യൂ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ഡേ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ നോക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും, അതെല്ലാം ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ഷെയർ അതൊക്കെ എന്താണെന്ന് വെച്ച് ചെയ്യുക. ഫ്രണ്ട്സിനോട് പറയുക ഇങ്ങനെ ചാനലുണ്ട്, കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ ആവാണ്ട് നമുക്ക് ലൈവിൽ പോകൽ അതൊരു സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ലൈവിൽ പോകാനായിട്ടൊരു മടി. ആക്ച്വലി അതിൻ്റെ കാരണം ലൈവിൽ ഒരു മടിയാണ് ആൾക്കാരിലാണ്. പിന്നെ പോയി കുറേ നാൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നൊക്കെ പറയാം. അതൊന്നും നമുക്ക് നടപടിയുള്ള കാര്യമല്ല. അപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒരു 100-150 വരെയൊക്കെ ആവട്ടെ. അപ്പോൾ നമുക്ക് ലൈവിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.